ഹലോ മമ്മിയുടെ വിശേഷങ്ങളാണ്. ഞാൻ ബിജു ദേവരാജ്. ഹലോ മമ്മി ഡയറക്ട് ചെയ്തിരിക്കുന്നത് വൈശാഖ് ഏലൻസ് ആണ്. അതുപോലെ കാസ്റ്റ് അതിലെ അഭിനേതാക്കള് ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി, ജഗദീഷ്, നമ്മുടെ ബിന്ദു പണിക്കർ, അച്ചു വർഗീസ് എന്നിവരൊക്കെയാണ്. എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ചമൻ ചാക്കോ ആണ്. നമ്മുടെ മുറ എന്ന സിനിമയുടെ എഡിറ്ററാണ്. അതേപോലെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോയി ആണ്. ഈ ചിത്രം വന്നിരിക്കുന്നത് ഒരു ഹൊറർ കോമഡി ത്രില്ലർ സിനിമ എന്ന ലേബലിലാണ്. അതിനകത്ത് ഈ ഹൊറർ എന്നുള്ളതിന് വലിയൊരു വസ്തുത എന്തോന്ന് അറിയില്ല സിനിമ കാണുമ്പോൾ. കാരണം അങ്ങനെ ഒരു ഭയങ്കര പേടിപ്പെടുന്ന ഭയാനകമായ രൂപമോ അല്ലെങ്കിൽ പ്രേതത്തെയോ ഒന്നും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അതാണ് ആ സിനിമയുടെ ഒരു സൗന്ദര്യവും. കാരണം നമ്മൾ ഈ പഴയ സൈൻ എന്ന് പറയുന്ന ഇംഗ്ലീഷോടൊക്കെ കാണുമ്പോൾ അതിലൊരു ഫീല് മാത്രമാണുള്ളത്. ഒരു പ്രേതത്തിന്റെ അല്ലെങ്കിൽ ഏതോ ഒരു അദൃശ്യ ശക്തിയുടെ ഫീല്, അതാണ് കുറച്ചും കൂടി എഫക്റ്റീവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരു പ്രച്ഛന്ന വേഷം പോലെ ഒരു പ്രേതത്തൊക്കെ കാണിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും തോന്നുന്നു എനിക്ക്. അപ്പോ അത് ആ ഫീല് ഒക്കെ ഉണ്ടാക്കിയതും അതിന്റെ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടോടെ ഈ സിനിമയെ മേക്ക് ചെയ്തിരിക്കുന്നതൊക്കെ നന്നായിരുന്നു. ഈ ചിത്രം വന്നിരിക്കുന്നത് ഒരു ഹൊറർ കോമഡി ത്രില്ലർ എന്നൊരു ലേബലിലാണ്. അതിനകത്ത് ഈ ഹൊറർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു എലമെന്റ് നമുക്ക് ഇതിനകത്ത് അത്രത്തോളം എനിക്കൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. പക്ഷെ അത് രസമായിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു ഭയാനകമായ രീതിയിൽ ഉള്ള അല്ലെങ്കിൽ ഒരു വൈകൃത രൂപമൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു പ്രേതത്തെയൊക്കെ അവതരിപ്പിക്കുന്ന ആ ഒരു ശൈലിയിൽ നിന്ന് മാറിയിട്ട് ഇതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ബുദ്ധിപരമായ ഇടപെടലാണ് അതിനകത്ത് നടത്തിയിരിക്കുന്നത് തോന്നുന്നു. കാരണം അങ്ങനെ പ്രേതത്തെ കാണിക്കുന്നില്ല, പ്രേതത്തിന്റെ ഒരു ഫീലാണ് നമുക്ക് തരുന്നത്. അത് തന്നെയാണ് അതിന്റെ ഒരു സുഖവും. നമ്മുടെ മനോജ് ശ്യാമളന്റെ സയൻസ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അതിനകത്തും ഈ ഒരു ഫീലാണ് കൊണ്ടുവരുന്നത്. അതിനകത്ത് ഇങ്ങനെ വൈകൃത രൂപമുള്ള ഒരു പ്രേതത്തെ ഒന്നും അതിനകത്ത് കാണിക്കുന്നില്ല. അതാണ് ഇത്തരം നമ്മൾ ഈ ഹൊറർ സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു മനസ്സിൽ വരുന്ന ചിന്തയല്ല സിനിമ. കാരണം അതിനപ്പുറം കുറച്ചും കൂടി ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. രസമായിട്ടുണ്ട് സത്യം പറഞ്ഞാല്. കാരണം നല്ല രീതിയിൽ അത് നമുക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് തന്നെ ചിലപ്പോൾ പ്രേതത്തോട് നമുക്ക് സ്നേഹം തോന്നിപ്പോകുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ പ്രേതത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ തോന്നുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത്തരം ട്രാക്കൊക്കെ നന്നായിരുന്നു. ആ ഒരു വ്യത്യസ്തമായ ഇടപെടൽ തന്നെയായിരുന്നു സത്യത്തില്. അത് നന്നായി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം മറ്റ് പ്രേത സിനിമ കാണാൻ പോകുന്ന പോലത്തെ ഒരു ഫീലിലല്ല ഇത് പോകേണ്ടത്. ഒരു കോമഡി പടം കാണാൻ പോകുന്ന പോലെ പോയി കഴിഞ്ഞാൽ നമുക്ക് എഫക്ട് ചെയ്യും, നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഫാമിലി എന്റർടൈനർ എന്നൊക്കെ പറയാം അതിനെ. അതായിരിക്കും കുറച്ചുകൂടി ഒരു സ്യൂട്ടബിൾ വേർഡ് എന്ന് തോന്നുന്നു. ഒരു നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ഒരു മൈൻഡ് ഫ്രീ ആക്കിയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. എന്താ പറയുക, ഒരു ഫാമിലി എന്റർടൈനർ എന്നുള്ള രീതിയിൽ കുട്ടികളൊക്കെ കൂട്ടി തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്.